ഹായ് ഫ്രണ്ട്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള വ്യത്യസ്ത കോളേജുകളിലെ കോഴ്സുകളിലേക്കുള്ള 4 ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിൻ്റെ എഡിറ്റിംഗ് ഓപ്ഷനാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി 3ാം അലോട്ട്മെൻറ്റിന് ശേഷം ഇനി സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റാണ് വരുന്നത്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരും, അതോടൊപ്പം തന്നെ സ്വാശ്രയ കോഴ്സുകളിലേക്ക് വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റും വരും. നോക്കാം. 2024-25 അധ്യയന വർഷത്തേക്കുള്ള ബിരുദ പ്രവേശനത്തിൻ്റെ 3ാം അലോട്ട്മെൻറ്റിനെ തുടർന്നുള്ള പ്രവേശനത്തിന് ശേഷം ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നതിന് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലെ എയ്ഡഡ് കോഴ്സുകളിലേക്ക് 2 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കും. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലെ എയ്ഡഡ് കോഴ്സുകളിലേക്ക് 2 സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ഉണ്ട്. അതിലേക്കുള്ള എഡിറ്റിംഗ് പ്രൊവിഷനാണ് നടക്കുന്നത്. അഫിലിയേറ്റഡ് കോളേജുകളിലെ സർവകലാശാല സെൻറ്ററുകളിലെ സ്വാശ്രയ കോഴ്സുകളിൽ ഒഴിവുകൾ നികത്തുന്നതിന് സീറ്റുകൾ അല്ലെങ്കിൽ ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നതിനായി അതത് കോഴ്സുകളിലേക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് കോളേജുകൾക്ക് നൽകുന്നതായിരിക്കും. ശ്രദ്ധിക്കുക, സ്വാശ്രയ കോഴ്സുകളിലേക്ക് അപേക്ഷിച്ചവരുടെ മെറിറ്റ് അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ആക്കി നൽകും. ആ റാങ്ക് ലിസ്റ്റിൻ്റെ ഓർഡറിനനുസരിച്ചിട്ട് ആ മെറിറ്റ് അടിസ്ഥാനത്തിൽ അതാത് കോളേജുകൾ വിളിക്കുന്നതായിരിക്കും. ഇനി പിന്നീട് അവർക്ക് അലോട്ട്മെൻ്റ് ഇല്ല, സ്വാശ്രയ കോഴ്സുകളിലേക്ക് റാങ്ക് ലിസ്റ്റാണ് നൽകുന്നത്. അതേസമയം ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലെ എയ്ഡഡ് കോഴ്സുകളിലേക്ക് 2 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. റാങ്ക് ലിസ്റ്റിൽ നിന്നും കോളേജുകൾക്ക്, അതായത് സ്വാശ്രയ കോഴ്സുകളിലേക്ക് ആ റാങ്ക് ലിസ്റ്റിൽ നിന്നും കോളേജുകൾക്ക് മെറിറ്റ് അനുസരിച്ച് നേരിട്ട് പ്രവേശനം നടത്താവുന്നതാണ്. വിശദമായ ഷെഡ്യൂൾ സർവകലാശാല വെബ്സൈറ്റിലുണ്ട്. എഡിറ്റിംഗ് പ്രൊവിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. 2024 ജൂലൈ 15 ഇന്ന് മുതൽ ജൂലൈ 18 വരെ വൈകിട്ട് 5 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക്, അതായത് ഇന്ന് മുതൽ 18-ാം തീയതി വരെ ആണ് എഡിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉള്ളത്. എഡിറ്റിംഗ് എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ. നമുക്ക് പുതിയ ഓപ്ഷനുകൾ കൂട്ടിച്ചേർക്കാൻ പറ്റും. അതോടൊപ്പം കൊടുത്തിരിക്കുന്ന ഡാറ്റയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് ഇമെയിൽ ID, മൊബൈൽ നമ്പർ, പേര്, രജിസ്റ്റർ നമ്പർ ഇവയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഫസ്റ്റ് ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് പ്രവേശനം നേടിയവർ, ലഭിച്ച അലോട്ട്മെൻറ്റിൽ തൃപ്തരായ ഹയർ ഓപ്ഷനുകൾ റദ്ദ് ചെയ്ത് പ്രവേശനം നേടിയവർ എന്നിവരൊഴികെ എല്ലാവർക്കും എഡിറ്റിംഗ് പ്രൊവിഷൻ നടത്താവുന്നതാണ്. ഇവർക്ക് 2 പേർക്കും പറ്റില്ല. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ അവിടെ നിൽക്കുന്നവർ അവിടെ തന്നെ നിന്നോളുക. അതുപോലെ ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത് നിൽക്കുന്നവർ, അഡ്മിഷൻ എടുത്തവർ അങ്ങനെയും നിന്നോളുക. ഹയർ ഓപ്ഷൻ നിലനിർത്തിയവർ, ഫസ്റ്റ് ഓപ്ഷൻ അല്ലാതെ ബാക്കി ഏതെങ്കിലും ഓപ്ഷൻ അഡ്മിഷൻ എടുത്ത് ഹയർ ഓപ്ഷൻ നിലനിർത്തിയവർ, ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ, ഇവർക്കൊക്കെയാണ് എഡിറ്റിങ്ങിനുള്ള സൗകര്യം. അലോട്ട്മെൻറ്റ് ലഭിച്ച സർവകലാശാല നിർദ്ദേശങ്ങൾ പാലിക്കാതെ വിവിധ ഘട്ടങ്ങൾ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്തുപോയ വിദ്യാർത്ഥികൾക്കും എഡിറ്റ് ചെയ്ത് അപേക്ഷ പൂർത്തീകരിച്ച് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾക്ക് അല്ലെങ്കിൽ സ്വാശ്രയ കോഴ്സുകളിലെ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കപ്പെടുന്നതിന് വേണ്ടി ചെയ്യാവുന്നതാണ്. 3ാം അലോട്ട്മെൻറ്റിന് ശേഷം ഹയർ ഓപ്ഷനിൽ നിലനിർത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് സ്ഥിരം അഡ്മിഷൻ എടുക്കാനുള്ള അവസരം നൽകിയിട്ടുണ്ടായിരുന്നു. ഹയർ ഓപ്ഷനുകൾ നിലനിൽക്കുന്ന പക്ഷം ആ ഓപ്ഷനുകളിലേക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടുകയാണെങ്കിൽ ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന പക്ഷം പ്രസ്തുത ഹയർ ഓപ്ഷനുകളിൽ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ തീർച്ചയായും അതിലേക്ക് പോയി അഡ്മിഷൻ എടുക്കേണ്ടി വരും. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പൊസിഷൻ അവർക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹയർ ഓപ്ഷനിൽ നിലനിർത്തിയ വിദ്യാർത്ഥികൾ ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട്. അവരപ്പോൾ ഹയർ ഓപ്ഷനിലേക്ക് പരിഗണിക്കപ്പെടുന്ന പക്ഷം ആ ഓപ്ഷൻ സ്വീകരിക്കേണ്ടി വരും. ലേറ്റ് രജിസ്ട്രേഷൻ നടത്തുന്നവർ ശ്രദ്ധിക്കുക. 2024-25 അധ്യയന വർഷത്തേക്കുള്ള ബിരുദ പ്രവേശനത്തിനായി 310 രൂപ ലേറ്റ് ഫീയോടുകൂടിയാണ് ലേറ്റ് രജിസ്ട്രേഷനുള്ള സൗകര്യം ലഭ്യമായിരിക്കുന്നത് ഇന്ന് മുതൽ 18-ാം തീയതി വരെ. വെബ്സൈറ്റ് അഡ്രസ്സ് അറിയാലോ, admission.uoc.ac.in www.admission.uoc.ac.in. പ്രസ്തുത വിദ്യാർത്ഥികളെയും, അതായത് ലേറ്റ് രജിസ്ട്രേഷൻ നടത്തിയ വിദ്യാർത്ഥികളെയും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കും സെൽഫ് ഫിനാൻസിങ് കോഴ്സുകളിലെ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിലേക്കും പരിഗണിക്കപ്പെടുന്നതായിരിക്കും. ജൂലൈ 31 ശേഷം വീണ്ടും ഒരു അവസരം എഡിറ്റിങ്ങിന് കിട്ടുമെന്നാണ് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. റിസർവേഷൻ അല്ലെങ്കിൽ നമുക്ക് വെയിറ്റേജ് കിട്ടുന്ന കേരള സ്റ്റേറ്റ് ആർട്സ് ഫെസ്റ്റിവൽ, NSS, NCCയുടെ 75% മാർക്കുള്ള സർട്ടിഫിക്കറ്റ്, SPC, നന്മമുദ്ര എന്നിവയിൽ പ്ലസ് 2 തലത്തിൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ വെയിറ്റേജ് മാർക്ക് കിട്ടുകയുള്ളൂ എന്ന് പ്രത്യേകം ഓർക്കേണ്ടതാണ്. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും ഡീറ്റെയിൽസ് തെറ്റാണെന്ന് വരികയാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരം നഷ്ടപ്പെടുമെന്നും പ്രത്യേകം ഓർക്കുക. അതുകൊണ്ട് കൃത്യമായ വിവരങ്ങൾ മാത്രം നൽകുക. അപേക്ഷയിലെ യാതൊരുവിധ തിരുത്തലുകളും സർവകലാശാല നേരിട്ട് ചെയ്തു കൊടുക്കില്ല. ഈ അവസരം ഉപയോഗിക്കുക, ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രം ചെയ്യുക. കൃത്യമായ വിവരങ്ങൾ മാത്രം കൊടുക്കുക. തെറ്റായ വിവരം കൊടുത്തു എന്ന് ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ കിട്ടിയ അവസരം നഷ്ടപ്പെടും. പിന്നെ അങ്ങോട്ടൊന്നും ഉണ്ടാവില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്തായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഡിറ്റിംഗ് പ്രൊവിഷൻ തന്നിട്ടുണ്ട്. എയ്ഡഡ് കോഴ്സുകളിലേക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരും. സെൽഫ് ഫിനാൻസിങ് കോഴ്സുകളിലേക്ക്, സ്വാശ്രയ കോഴ്സുകളിലേക്ക് വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് വരും. ശ്രദ്ധിക്കുക. അങ്ങനെയാണ് ഇനി അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 18-ാം തീയതി വൈകിട്ട് 5 മണി വരെ എഡിറ്റിംഗ് പ്രൊവിഷനുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളെയും ഇക്കാര്യം ഓർമ്മിപ്പിക്കുക, ശ്രദ്ധിച്ച് ചെയ്യുക.